കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ ഈ വചനത്തിലൂടെ ഇടയായിത്തീരട്ടെ. ആ വചനം വായിക്കാം. നമുക്ക് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 1:27 മുതൽ 29 വരെ 27-28 തിരുവചനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചില്ലെങ്കിലും തുടർന്നുള്ള ഭാഗങ്ങളിൽ വരുമ്പോൾ നിങ്ങളൊന്ന് വായിച്ച് സഹായിക്കുന്നത് എൻ്റെ വേഗത്തിന് എന്ന് പറഞ്ഞാൽ വേഗം കൂട്ടിയാലേ എനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സൗകര്യമായിരിക്കും എന്ന് മാത്രം പറയട്ടെ. അതിൻ്റെ 1:27 തിരുവചനം ഞാൻ വായിക്കുകയാണ്. ജ്ഞാനികളെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടവുമായത് ഇതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ എന്തിനാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത്? നമ്മൾ ആ ദൈവത്തിൻ്റെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ലോകത്തിൽ ഭോഷത്വമായതും ബലഹീനമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഭാവിയെ നീതീകരിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും തേജസ്കരിക്കുന്നതിനുമായി, അതായത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് യേശുക്രിസ്തു. അപ്പോൾ അതിനായിട്ട് ആ ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുകയാണ് ഇവിടെ അപ്പോസ്തലൻ ചെയ്യുന്നത്. എല്ലാം തിരഞ്ഞെടുപ്പിലൂടെ ഇങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക. ഒന്നാമതായിട്ട് ആ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന 27 തിരുവചനം പറയുകയാണ്, ജ്ഞാനികളെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നമുക്ക് ആ ഭോഷത്വമായത് എന്താണ് തിരഞ്ഞെടുത്തത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുക്കുന്നു. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിപ്പാൻ രക്തം ചിന്തിയ ആടിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കണേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അതായത് ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അപ്പോൾ ഇസ്രായേലിൻ്റെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ അവസാന കടിഞ്ഞൂൽ സംഹാരം അത് ഇവിടെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആട്ടിൻകുട്ടിയെ അറുക്കണം. അപ്പോൾ അറുക്കുക, രക്തം ചിന്തുക. ഇവിടെ ആ ആടിനെ അറുക്കാൻ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നുണ്ട്, ഇതാ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ആടിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും ആ പരാമർശിക്കപ്പെടുന്നതായ ആ സംഭവം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒന്ന് ടച്ച് ചെയ്യാണ്, രണ്ടും കൂടി തുലനം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശാസ്ത്രി പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കലർന്ന് കൂട്ടിക്കണം പഠിപ്പിക്കണമെന്നുള്ള. പഴയ നിയമം അല്ല, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലാണ് നമ്മൾ എങ്കിലും ആ പഴയ നിയമത്തിൽ പറയുന്ന ഭാഗങ്ങളും കൂടി ടച്ചിങ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ആ രക്തം ചിന്തുന്ന ആടിനെ ഇവിടെ തിരഞ്ഞെടുക്കുക. പലപ്പോഴും ഈ ആടിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ആ ഭോഷത്വമായതായി നമുക്ക് തോന്നും.
പോഷകമായത് തോന്നുന്ന വിധത്തിലുള്ള രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ മരുഭൂമിയിൽ വെള്ളം കിട്ടാണ്ട് പരവശനായി ദാഹിച്ചു ഇരിക്കുന്ന സന്ദർഭം. അതായത് പുറപ്പാട് 17-6 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് 17-6 അവിടെ പറയുന്നതെന്ന് നോക്കുക. അവിടെ ഞാൻ ഹോരോവിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇത് മോശയോട് കൽപ്പിക്കുക. ഇപ്പം വെള്ളത്തിന് വേണ്ടി അത് ബഹളമുണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ തല്ലുകൂടുന്നതും ബഹളമുണ്ടാക്കുന്നതും ഈ ദാഹജലത്തിന് വേണ്ടിയായിരിക്കും. ഇപ്പൊ ചെറിയ അതിൻ്റെ സിമ്പിൾ മാത്രം ഈ വേനൽക്കാലമാകുമ്പോൾ, അത് കഠിനമാകുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ നമുക്ക് കാണാം. പാത്രങ്ങൾ തമ്മിൽ കൂട്ടിയൊരുക്കണതും അടിയുണ്ടാക്കണതും ചീത്ത പറയണതും ഒക്കെ കാണാമെങ്കിലും അത് നിങ്ങൾക്കും എനിക്കും 3 ലിറ്റർ വെള്ളം തന്നു കഴിഞ്ഞാൽ, അല്ല 6 ലിറ്റർ വെള്ളം തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രാഥമിക ആവശ്യം മുതൽ തുണി അലക്കൽ മുതൽ അത് എന്ന് വേണ്ട ഒരു ദിവസത്തിൽ കഴിയേണ്ടതായ സാഹചര്യം വരും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് നിസ്സാരമായി തോന്നാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ആ വെള്ളത്തിന് വേണ്ടി ഇവിടെ മരുഭൂമിയിലൂടെ കടത്തിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുക്കുമ്പോഴും ബഹളമുണ്ടാക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കുകയാണ്. അവിടെയാണ് യഹോവ പറയുന്നത്, നീ വന്ന് നിൽക്കേണ്ട സ്ഥലം പറയുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? ഹോരോവിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കണം. ഇവിടെ നോക്കൂ, നിന്നാ പോരാ, നിന്നാലൊന്നും വെള്ളം വരില്ല. എന്നാലും ആ പാറയാണ് പോഷത്വമായതിന് നമ്മളുടെ മുമ്പിൽ എന്താ തോന്നാൻ? ഒരു പോഷത്വമല്ല ഇത്. പാറയുടെ മുകളിൽ കയറി നിന്നാൽ, അല്ലെങ്കിൽ പാറയിൽ നിന്നാൽ, അല്ലെങ്കിൽ വടിക്കിട്ട് അടിക്കാൻ പറഞ്ഞ വെള്ളം കിട്ടുമോ? പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, ആ പാറയിൽ നിന്നാണ് നമ്മൾ കുടിച്ചതെന്ന് കൊരിന്ത്യലേഖനം 10-4 വാക്യത്തിൽ പരാമർശിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ആ പാറയിൽ നിന്നല്ലോ നിങ്ങൾ കുടിച്ചത്. അതായത് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന്റെ ദാഹം മാറ്റിയത് പാറ ക്രിസ്തുവായിരുന്നു എന്ന് അത് 10-ാം അധ്യായം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ പോഷത്വമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വർണ്ണിച്ചു പോകുന്നത് മാത്രമുള്ളൂ. മൂന്നാമതായിട്ട് ഞാൻ ഇന്നലെ അത് സംസാരിച്ച വിഷയമാണ്. അതായത് ഈ പിറുപിറുപ്പ് കൂടുതലായി കഴിഞ്ഞപ്പോൾ അവസാനം വിഷം, അതായത് പാമ്പ് കടിയേറ്റ്, അതായത് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുക ജനം. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് മോശയോട് പറയുന്നുണ്ട്, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി. അതായത് സംഖ്യാപുസ്തകം എടുക്കുമ്പോൾ 21:8-9 വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ കെട്ടിത്തൂക്കുക. അത് ആ കൊടിമരത്തിലേക്ക് ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ എല്ലാവരും ജീവിക്കും എന്ന് പറഞ്ഞു. നോക്കണേ, അപ്പോൾ നമ്മൾ നിസാരമായി കാണുന്ന പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പോഷത്വമായി നമുക്ക് തോന്നും, എങ്ങനെ ഇത് ജീവിക്കും? ഈ വിഷം കയറിയ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനം എങ്ങനെ ജീവിക്കും? പഴയ നിയമം പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെ സംശയങ്ങളുണ്ടാകാം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്താൽ അസത്യമായത് ഒന്നുമില്ലല്ലോ. ഇവിടെ നോക്കുക, യോഹന്നാൻ 3:15 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് മോശ പിച്ചള സർപ്പത്ത് ഉയർത്തിയതുപോലെ എന്ത് വേണം? എന്നെയും ഉയർത്തേണ്ടതാണ്. കർത്താവിനെ ഉയർത്തിയോ? ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. ഞാൻ ഇന്നലെ പ്രസംഗിച്ച പ്രസംഗം തന്നെയാണിത്. ഇന്നലെ ഫുള്ളായിട്ട് പ്രസംഗിച്ച ഭാഗമല്ലെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ അത് കടന്നു വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് എടുത്ത ഒരു ചെറിയ ഭാഗം മാത്രം പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കറിയാം, രക്തം ചിന്തിയെന്ന ആട്. രണ്ടാമതായിട്ട് അടിക്കപ്പെട്ട പാറ.
മൂന്നാമതായിട്ട് അത് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് വരിക്കുന്നവർക്ക് പിച്ചിള അല്ലെങ്കിൽ താമര സർപ്പത്തിൻ്റെ അത് വെടിമരത്തിൽ കെട്ടിത്തൂക്കിയത്. നോക്കാം, എത്രയോ പോഷത്വമായതാണ് ഈ പറയുന്നതൊക്കെ. സാധാരണ ഒരു മനുഷ്യനിൽ നമ്മളൊക്കെ ഇവിടെ വന്നിരുന്ന് ഈ മീറ്റിംഗ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പുത്രനെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? നമുക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തല്ലോ. നമ്മൾ ആരായിരുന്നു? നമ്മളൊന്നിനും കൊള്ളില്ലാത്തവരായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു. അതായത് പിന്നിൽ അപ്പോസ്തലൻ പറയുമ്പോൾ മുമ്പ് നിങ്ങൾ ആരായിരുന്നു? എഫെസ്യർ 2:11 മുതൽ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് നിങ്ങൾ ജാതികളായിരുന്നു, ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയമുള്ളവർ, രണ്ടാമതായിട്ട് ദൈവം അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന കാര്യം നോക്കുക. രണ്ടാമതായിട്ട് ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ലജ്ജിപ്പാനായിട്ട് ബലമുള്ളവന് ലജ്ജിപ്പാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന. എന്താണ് ബലഹീനമായത്? ബലഹീനമായത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുറപ്പാട് 4:2 അതിൻ്റെ 17 മുതൽ 20 വരെയൊക്കെ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. പുറപ്പാട് 4:2 ഞാനൊന്ന് വായിക്കാം. നിങ്ങളോട് പറഞ്ഞാൽ എടുത്തു വരുമ്പോഴേക്കും സമയം പോകും. അതിലും കൂടുതൽ സമയം ഞാൻ എടുക്കുമ്പോൾ പോകും. 4:2 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. യഹോവ മോശയോട് അരുളി ചെയ്ത്, നീ മിസ്രയീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പിൽ ചെയ്യുവാൻ ഓർക്കുക. ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കാൻ വേണ്ടിയിട്ട് ദൈവം മോശയെ ഏൽപ്പിച്ചപ്പോഴേ മോശയ്ക്ക് വലിയ ആരോഗ്യമൊന്നും വേണ്ട, മോശയ്ക്ക് വലിയ ഗുസ്തിയൊന്നും ചെയ്യണ്ട. ഈ ഒരൊറ്റ വടിയുമേൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. മോശയോട് ഈ വടിയെടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഈ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന തുറന്നുള്ള വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിൻ്റെ 17, 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. അവിടെ പറയുന്നത് ഇതായിരുന്നു: അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിൽ എടുത്തുകൊള്ളുക. മോശയിൽ നിന്നും അത് ജനത്തെ വിടുവിച്ച് കിട്ടാൻ വേണ്ടി ഈ വടിയാൽ നടത്തിയ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാൻ ഞാൻ വർണ്ണിക്കുന്നില്ല. ഈ വടിയാൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നറിയാം. മോശയോട് ആ വടി ഒന്ന് നിന്റെ മുമ്പിൽ കാണുന്ന എന്താണ്? ഒരു വടി. ആ വടി ഒന്ന് എടുക്കാൻ പറഞ്ഞു. വടിയിൽ പോയി എടുക്കാൻ പോയി പഠിച്ചത് വടി എന്തായി? പാമ്പായി മാറി, സർപ്പമായി മാറി. നീ അത് താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വടിയായി. നോക്കണേ, എന്തോരോ അത്ഭുതകരമായ കാര്യങ്ങളാണ് ആ വടി കൊണ്ട് അത് ചെയ്തു കുട്ടിയതെന്ന് നിങ്ങൾക്ക് പുറപ്പാട് 7, 8, 9 അങ്ങനെ വന്ന് 12-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ അവിടെ വ്യക്തത വരുത്തുക. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ, അത് ബലമുള്ളതിനെ രക്ഷിപ്പാൻ ഒരു വടിയാണ്. എത്ര വലിയ ഭയങ്കരനായാൽ. മോശയ്ക്ക് അത് വിക്കനായ മോശമാണല്ലോ. ഇപ്പം ഈ ഒരു വടിയും കയ്യിൽ വെച്ചുകൊണ്ട് വരുന്നതാ, എന്താ നടത്താനാ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ തിരഞ്ഞെടുത്തത് ഒരു വടിയായിരുന്നു എങ്കിൽ നോക്കുക. അപ്പോൾ മിസ്രയീമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വടി ഉപയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ഒരു കവണിയും ഒരു കല്ലും. 1 ശമൂവേൽ 17:40 അതിൻ്റെ 48 മുതൽ 50 വരെ. 1 ശമൂവേൽ 17:40 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് നോക്കുക. ഇവിടെ ഗോലിയാത്ത് എന്ന് പറയുന്ന ഫെലിസ്ത്യരുടെ പാളയം ഇറങ്ങി ഇസ്രായേൽ ജനമായിട്ട് യുദ്ധം നടക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു വരികയാണ്. അവൻ്റെ ആ പൊക്കവും നീളവും ഒക്കെ പറയുന്നുണ്ട് 4-ാം വാക്യത്തിൽ. അതായത് 17-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു,
അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മനുഷ്യൻ പുറപ്പെട്ട് അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. കണ്ടാൽ തന്നെ പേടിക്കൂട്ടോ. നമ്മൾ വിചാരിക്കും പോലെയാണ് അത്രയും വലിയ മനുഷ്യൻ്റെ അടുത്തേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ചിന്തിച്ചത് നമ്മൾ ചിന്തിക്കും പോലെയാണോ ചിന്തിച്ചത്? എന്നാൽ ഇവിടെ ആ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ എന്താണ് ഉപയോഗിച്ചത് ദാവീദ്? നമുക്ക് അറിയാം. ഇവിടെ ആ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ഒരു കവണിയും കല്ലും തോട്ടിൽ നിന്ന് 5 പറക്കി ഒരു ഇടസഞ്ചിയിലിട്ടു. ഇങ്ങനെ അപ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് അത് പറയുക. ആർക്ക്? ദാവീദിന് കഴിയുമെന്ന്. ദാവീദിന് ഒരാൾ ഇത്രയും വലിയ ഒരു സംഭവം കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ച് നിൽക്കുന്ന സന്ദർഭമാണ്. കാണുമ്പോൾ കൂടെയുള്ളവരൊക്കെ പേടിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ദാവീദ് മുന്നിട്ട് ഇറങ്ങുക. അവിടെ അവസാനം കാണുന്നത് എന്താണ്? പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ 48-ാം വാക്യത്തിൽ പറയുന്നു, നേരിട്ടപ്പോൾ ദാവീദ് വ്യക്തപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കു നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ടു. അത് എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തു, കവണിയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവണി വീണു. എന്നിട്ടോ ഇങ്ങനെ ദാവീദ് ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ആർക്കും ജയിക്കാൻ സാധിക്കാത്ത ഫെലിസ്ത്യന്, അത്ര നെടുപ്പമുള്ള മനുഷ്യന് കൊല്ലുവാൻ ഒരു കല്ലാണ് ഉപയോഗിച്ചതെങ്കിൽ, ഒരു കവണിയും ഒരു കല്ലുമാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ആ ബലഹീനമായതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ മോശയ്ക്ക് ഒരു വടിയാണെങ്കിൽ ഇവിടെ അതായത് ഒരു കല്ലാണ് ഉപയോഗിച്ചത്. ഇതുകൊണ്ടൊക്കെ ഒരു യുദ്ധത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചു പോയാൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം നടന്നു. ഇവിടെ നിന്ന് ഒരു കല്ലും കൊണ്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. അല്ല, ഒരു കല്ലല്ല, ഇവിടെയുള്ള മുഴുവൻ കല്ലും പൊട്ടി കൂട്ടിക്കൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും നടക്കാൻ പോലില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടും അതായത് ഈ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ അല്ലെങ്കിൽ ഗോലിയാത്തിൽ നിന്ന് ജയിക്കുവാൻ ഒരു കല്ല് ഉപയോഗിച്ചുവെങ്കിൽ അത് ഫെലിസ്ത്യരെ കൊന്നൊടുക്കുവാൻ ഒരു കഴുതയുടെ താടിയിൽ, പച്ചത്താടിയിൽ എന്നാണ് പറയണത്. ന്യായാധിപൻ്റെ പുസ്തകം 15 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ശിംശോനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ശിംശോൻ ആരാണ്? നമുക്കൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഒരു പച്ചത്താടിയെല്ലാം ഉണ്ട്, അയ്യോ ഒന്നൊന്നല്ല രണ്ടൊന്നല്ല 1000 പേരെ കൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അത് വിശ്വസിക്കാൻ സാധ്യമല്ലാത്തതാണ്. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പലപ്പോഴും എന്നെ ഈ പഴയ നിയമത്തിൽ വിശ്വസിക്കാൻ ഇടയാക്കി തീർത്തത് പുതിയ നിയമം. അതെന്താണെന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ആണ് എന്നെ ഈ പഴയ നിയമത്തിൽ പറയുന്ന കാര്യവും സത്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അല്ലാണ്ട് സത്യവേദ പുസ്തകം എഴുതി വെച്ചുകൊണ്ടൊന്നും എനിക്കങ്ങ് വിശ്വാസം വന്നില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ഇവിടെ നോക്കുക, ആ പച്ചത്താടിയെല്ലാം ഉണ്ട്. ശിംശോനെ സംബന്ധിച്ച് നമുക്കറിയാം, ബലശാലിയാണ്. അത് ഫെലിസ്ത്യരുടെ ആ വയലുകളിലേക്ക് അത് കറ്റ കൊയ്തും അത് കൊയ്ത് അതിനുള്ള വയലിലേക്ക് അത് 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാലണച്ച് അതിൻ്റെ ഇടയിൽ പന്തം കെട്ടി, അതായത് അത് പറഞ്ഞു കൊടുത്തതായ അവസ്ഥ ഇവക്കറിയാം. ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ആരും തെറ്റിദ്ധരിക്കണ്ടാട്ടോ. രാത്രി സമയത്ത് പന്തം കൊളുത്തി പാടത്തോടെ നടക്കും ജാഥ. എന്ന് പറഞ്ഞാൽ കുറുക്കന്മാർ ജാതിയായിട്ട് പോവുക. എന്താ സംഭവിച്ചത്? അതെല്ലാം കത്തി നശിച്ചു. അപ്പോൾ ഇവിടെ വളരെ പ്രത്യേകതമായി നമ്മൾ ചിന്തിക്കണം. 300 കുറുക്കന്മാരെയൊക്കെ വാലോട് വാല് ചേർത്ത് കെട്ടുവാൻ ഈ ശിംശോൻ എങ്ങനെ കഴിയണേ? ഒരു കുറുക്കനെ കണ്ടാൽ ഞാൻ ചാൻഡ് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ വീട്ടിലേക്ക് പോണ വഴി ഈ കുറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമുണ്ട്. അവിടെ വലിയൊരു മുതലാളി വന്ന് അവിടെ ഫൗണ്ടേഷനൊക്കെ കറക്റ്റായിട്ട് കെട്ടിയപ്പോൾ പിന്നെ ആ സഞ്ചാരം ഒന്നും അല്ലെങ്കിൽ ഒരു 8-10 ഒന്നിച്ചു പോകും.
അപ്പോഴും ഞാൻ ചിന്തിച്ച് എൻ്റെ മനസ്സിൽ ഇതാ ഓടി കയറിയത്, ഈ 5 6 8 പോണതാണ്. അപ്പോൾ ഈ പറഞ്ഞ ശരി അല്ലാതെ വരില്ല. 300 കൂർക്കണ്ണ പറയുമ്പോൾ ഒന്നിച്ച് വന്നതാണ്, ഒന്നിച്ച് ശിംചാൻ്റെ അടുത്ത് വന്ന് നിന്നുമാണ്, വാലൊക്കെ പിടിച്ച് കെട്ടിക്കാണും, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബന്ധവും കൊടുത്തി കാണും, അതിൻ്റെ വാർത്തകൾ കിട്ടും. ഇതൊക്കെ പഠിക്കുമ്പോൾ ചരിത്രങ്ങൾ പഠിക്കാം, പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിക്കാം. ആർക്കെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനൊറ്റ മറുപടി ബൈബിൾ തരുന്നത്, ദൈവത്താൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? ദൈവത്താൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? ദൈവവചനം അറിയുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിലെല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് സംശയം ഉള്ളിൽ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കുക, ഗോലിയാത്ത് മിസ്രയീമിനെ തോൽപ്പിക്കുവാൻ ഒരു വടി മോശ എടുത്തുവെങ്കിൽ അത് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ഒരു കല്ല് ആരെടുത്തു? ദാവീദ് എടുത്തു. അത് നമുക്കറിയാം. ഫിലിസ്ത്യരെ കൊന്നൊടുക്കുവാൻ 1000 പേരെ കൊന്നൊടുക്കിയെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി കഴുതയുടെ ഒരു ഒറ്റത്താടിയിലെടുത്ത ശിംശോൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവം ബലഹീനമായതാണ് തിരഞ്ഞെടുത്തത്. മൂന്നാമതായിട്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കാരണം കൂടുതൽ സമയം എടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. മൂന്നാമത് ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്തു. ഏതുമില്ലാത്തതെന്ന് വെച്ചാൽ എന്തോ? ഒന്നും അല്ലാത്തതാണ്. യിഫ്താഹ് എന്ന വേശ്യാപുത്രനെയാണ് തിരഞ്ഞെടുത്തത്. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചു വരുമ്പോൾ ഒന്നാമത് യജ്ഞേൽ അങ്ങനെ വന്നു കഴിഞ്ഞ് വെച്ചാൽ 9ാമത്തെ വ്യക്തിയാണ് ആര്? യിഫ്താഹ് വേശ്യാപുത്രനായത്. ഈ യിഫ്താഹിൻ്റെ ചരിത്രം, അതായത് നമുക്ക് പുതിയ നിയമ പുസ്തകത്തിൽ എബ്രായലേഖനം അതിൻ്റെ 11:32 തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. 11 പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ 32 തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു, അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. ഇനി എന്ത് പറയണ്ടു? ഗിദെയോൻ, ബാരക്, ശിംശോൻ, യിഫ്താഹ് ഇപ്പൊ എവിടെ ഇടം പിടിച്ചു? വേശ്യാപുത്രനാണെന്ന് പറയുന്നു. പക്ഷെ എവിടെ ഇടം പിടിച്ചേക്കണേ? ബൈബിളില് പഴയ നിയമ ചരിത്രത്തിൽ ഭാഗം പറയുകയാണ്. ഭക്തന്മാരുടെ ഭാഗം പറയുന്നിടത്ത് ഇടം പിടിച്ചു എന്നുള്ളതാണ്. നമ്മളെങ്ങനെ നടന്നു, നമ്മളെങ്ങനെ ജീവിച്ചു, നമ്മളുടെ കുലമേതാണെന്നോ നിറമേതാണെന്നോ അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം എന്താണെന്നോ നമ്മളിലേക്ക് പുറകിലേക്ക് പലരും ചിലപ്പോൾ ചിന്തിച്ച് പറയുമായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വലിയ മാർക്കറ്റൊന്നും കണ്ടില്ല, നിങ്ങളുടെ വലിയ ശക്തിയൊന്നും കണ്ടില്ല, നിങ്ങളുടെ മറ്റ് ഏതെങ്കിലും പ്രത്യേകതകൾ കണ്ടില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം കണ്ടില്ല, നിങ്ങളുടെ നിറം കണ്ടില്ല, നിങ്ങളുടെ കുലം കണ്ടില്ല, നിങ്ങളുടെ ജാതി കണ്ടില്ല. എന്നാൽ ഒന്ന് കണ്ടു, നിങ്ങളെ ഇതിൽ കൊണ്ടുവരുവാൻ യോഗ്യനാണെന്ന് കണ്ടു. എങ്ങനെ? കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ പേരും എൻ്റെ പേരും പകരുവാൻ പുത്രൻ മുഖാന്തരം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞാനും ആ ബലഹീന മനുഷ്യൻ തന്നെയാണ്, കുറവുള്ളവനായിരുന്നു. പക്ഷേ എന്നെയും ഇതിലേക്ക് തിരഞ്ഞെടുത്തത് അത് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മളെക്കുറിച്ചൊക്കെ. നമ്മൾ അത്ര മനസ്സിലാക്കുക. കൂടുതൽ പറഞ്ഞ സമയം കിട്ടില്ലല്ലോ. വീണ്ടും നമ്മൾക്ക് അത് യിഫ്താഹിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയായിരുന്നു. വീണ്ടും രണ്ടാമതായിട്ട് പുറംജാതിക്കാരിയായ ദാവീദിൻ്റെ മുത്തശ്ശി. ആ റൂത്തിൻ്റെ പുസ്തകം നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വായിക്കുന്നതിൻ്റെ 4:17 വരുമ്പോൾ റൂത്തിൻ്റെ പുസ്തകം 4:17 ആ ഭാഗത്ത് പറയുന്നുണ്ട്. അത് വളരെ ചെറിയൊരു ബുക്കാണ്, നമുക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവർ, അവിടെ റൂത്തിനെ കുറിച്ചും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അവരുടെ ചരിത്ര പശ്ചാത്തലങ്ങളും പറയുന്നുണ്ട്. ആയതുകൊണ്ട് നോക്കുക, ഇപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ഏതുമില്ലാത്തതിനെയാണ് തിരഞ്ഞെടുത്തത്. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. മൂന്നാമതായി
പുതിയ നിയമത്തിൽ ഉള്ള ഒരു ഭാഗമാണ്. പാവനിയായ ശമര്യക്കാരി സ്ത്രീ ഒരു പട്ടണത്തിൽ മുഴുവൻ നേടുവാനായിട്ട് അവളിയാണ് നിയോഗിച്ചത്. അവിടെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ചില പ്രത്യേകതകൾ. അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ, അതായത് ശമര്യരുടെ ഇടയിൽ കൂടെ കടന്നു പോകാൻ പാടില്ല. അതിലൂടെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യഹൂദന്മാർക്ക് വെറുപ്പാണ്. അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതിർവരമ്പ് വെച്ചേക്കുക. നോക്കണേ, വലിയൊരു അതിർവരമ്പ്. ഇന്നിപ്പോൾ ആ അതിർവരമ്പൊക്കെ വെട്ടിയെടുത്തുന്ന രാഷ്ട്രീയക്കാർ പലപ്പോഴും പറയും അതങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, സ്ത്രീക്ക് മുൻഗണന കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, യാത്രക്കാർക്ക് മുൻഗണന കൊടുക്കണം, വൈശ്യന്മാർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, പറയുമ്പോൾ എല്ലാവർക്കും വേണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം ചെയ്യുന്നുവെങ്കിലും എല്ലാം ഒന്നായി കാണണം. മതനിരപേക്ഷത, ഞാൻ ആരും കുറ്റം പറയല്ല. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇത് അവരുടെ കയ്യിലും ഇരിക്കും. പക്ഷേ എന്നാൽ ഒരു കാര്യമുണ്ട്, ഇവിടെ ആ ശമര്യരും ആ യഹൂദനും തമ്മിലുള്ള അകലച്ച യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഒന്നാക്കി തീർക്കുകയാണ്. ഇപ്പോൾ ശമര്യനുമില്ല, ഒന്നുമില്ല, ജാതിയില്ല, ജാതി വിഭാഗവുമില്ല. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ കടന്ന് ചിന്തിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്നതിലൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ അത് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സതീശൻ അത് വായിക്കുന്നത് സങ്കീർത്തന ഭാഗങ്ങളാണ്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ച സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം കൃത്യമായിട്ട് വായിക്കുകയാണ്. വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേദോത്സവം കൊടുത്തൊന്നുമല്ല വായിക്കണം. നമ്മൾ വിചാരിക്കണം നമ്മൾക്ക് ഈ കാര്യങ്ങൾ ഇച്ചിരിയൊക്കെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരും ഇത് പരിശോധന ചെയ്യുന്നുണ്ട്. തെറ്റോ ശരി അവർ പരിശോധിക്കുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്, ചില ഘടകങ്ങളിൽ അത് കൃത്യമായി അവതരിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്ത്രീ മുഖാന്തരം എന്താണ് ഉണ്ടായത്? ഈ സ്ത്രീയെ പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. 4-ാം അധ്യായത്തിൽ തന്നെ അത് സ്ത്രീ അവനോട് യജമാനെ അതിൻ്റെ 15-ാം വാക്യം പറഞ്ഞു, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിനാ വെള്ളം എനിക്ക് തരുകയാണ്. അപ്പോൾ യാക്കോബിൻ്റെ കിണറിനരികെ വെള്ളം കോരുവാൻ വന്ന ശമര്യ സ്ത്രീയെ കണ്ടപ്പോൾ അത് കർത്താവ് എനിക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നുവോ എന്ന് പറയുകയാണ്. ആ ചരിത്രങ്ങൾ അവിടെ ആ 4-ാം അധ്യായം തന്നെ ഫുള്ളായിട്ട് അത് വിവരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. സ്ത്രീ അവനോടൊപ്പം പറഞ്ഞ യജമാനൻ എനിക്ക് ദാഹിക്കാൻ ഇരിക്കാൻ ആ വെള്ളം തരണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ വന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വാ. എങ്ങനെയാ ഇവരങ്ങനെ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നത്? ഭർത്താവിനെ വിളിച്ചിട്ട് വരാൻ പറയുമ്പോൾ അവിടെ 15-ാം വാക്യം ഇതിൽ സ്ത്രീ പറയുകയാണ്, സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് വരാൻ പറയട്ടെ. ഭർത്താവ് ഇല്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു. ഏതാണ് ഈ ഭർത്താക്കന്മാർ? നമ്മൾ വിചാരിക്കുന്ന സാക്ഷാൽ ഉള്ള ഭർത്താക്കന്മാരല്ല. 5 ദേവതകളെ പൂജിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീയാണ്. അത് 5 സ്ത്രീകളായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അല്ലെങ്കിൽ അതൊരു വിചാരമായിട്ട് അവിടെയാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ബിംബത്തെ ആരാധിക്കുമ്പോൾ അത് വ്യഭിചാരത്തിന് തുല്യമാണ്. ഇതുകൊണ്ട് ഇത് തമ്മിൽ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും തെറ്റുപറ്റുന്നത്. പ്രിയമുള്ളവരെ, ആ 5 ദേവതകൾ അത് കുറേ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ആ ദേവതകൾ അല്ലെങ്കിൽ ആ ബിംബങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീ. അപ്പോൾ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചിന്തിക്കുന്നത്? തെറ്റായ രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന തെറ്റായ രീതിയിലല്ല പ്രത്യേകിച്ച് ഇവർ ചെയ്തിട്ടുള്ളത്.
ഇവർ പൂജിച്ചു കൊണ്ടിരുന്ന, ഇവർ ആരാധിച്ചു കൊണ്ടിരുന്ന ആ 5 കാര്യങ്ങൾ ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പറയുന്നു, ഈ മലയിലുമല്ല, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു യജമാനൻ എന്ന് പറയുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു പോന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. ഇപ്പോഴോ അവിടെ മനസ്സിലായോ? നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നാണ്. അപ്പോൾ സത്യത്തിലും ആത്മാവിലും, ആത്മാവുണ്ടായാലേ പിന്നെ അങ്ങനെ ആരാധിക്കാൻ പറ്റുള്ളൂ. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരും, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. ദൈവം ആരാണ്? ദൈവം ആത്മാവാണ്. ദൈവത്തെ നോക്കിക്കണ്ട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആത്മാവിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ആത്മാവ് പോയി. അപ്പോൾ അത് പറയും ആത്മാവ് പോയി. നോക്കുക, ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നത് എങ്ങനെ പറഞ്ഞിട്ട്, സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറയുകയാണ്. യേശുവോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറയുന്നു. അങ്ങനെ ഇതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് ചിരിത്ത് കൂട്ടുകാരുടെ ഇവളുടെ സംസാരം കൂടി പോകുന്നു. തന്നെയല്ല, ഇത് സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് നിന്നാണല്ലോ ഇപ്പോൾ കർത്താവ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഉള്ളിലെ ചിന്താഗതി വെച്ച് തിരിച്ചു കൂട്ടുന്ന സന്ദർഭത്തിലേക്ക് വരികയാണ്. സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. ഇവൾ സ്ത്രീ എന്താ ചെയ്തത്? എന്നോട് സംസാരിച്ച വ്യക്തി സകലവും പറയുന്നു, കൃത്യമായിട്ട് പറയുന്നു, അത് യഥാർത്ഥമായിട്ട് പറയുന്നു. ആ മനുഷ്യനെ നിങ്ങൾ വന്ന് കാണണം. അപ്പോൾ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ എന്നാണ് പറയുന്നത്. പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ. ഇത് പറഞ്ഞിട്ട് അവൾക്ക് അത് കൃത്യമായിട്ട് അത്ര കണ്ടങ്ങ് മനസ്സിലായില്ല. അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ആയിരിക്കുമോ എന്നുള്ള ആ സംസാരത്തിൽ തന്നെ കൃത്യമായി അത് ഇല്ലാതെ ആണ്. എന്നാൽ അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? എല്ലാ ശമര്യയിൽ ചെന്ന് എല്ലാവരെയും കൂട്ടി എല്ലാവരോടും ഈ വാർത്ത പറഞ്ഞ് നമ്മളറിഞ്ഞാലോ ചുരുട്ടിക്കെട്ടി വീട്ടിൽ വെക്കുന്നത് പോലെയല്ല. ആ ചുറ്റുവട്ടത്തിലുള്ള സകല ശമര്യക്കാരെയും വിളിച്ചുകൊണ്ടുവന്ന് ഈ മനുഷ്യനെ കാണിക്കാൻ കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മളൊരു സത്യം അറിഞ്ഞാൽ മറ്റുള്ളവരെയും പങ്കെടുപ്പിക്കുന്ന ഒരു രീതി ഇവിടെയാണ് കാണുന്നത്. നമ്മൾ കാണുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തൊഴുത്ത് പോരാ, ഈ തൊഴുത്ത് വലിപ്പം കൂട്ടേണ്ടി വരും, അടുത്ത തൊഴുത്തും പോരാ, അതിലും വലിപ്പം കൂട്ടേണ്ടി വരും. പക്ഷെ അത് കൂടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതൊക്കെ ആളുകൾ പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടല്ല, നമുക്ക് അത്രയ്ക്കുള്ള താല്പര്യം ഉള്ളൂ. ഇവിടെ നോക്കൂ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് കേട്ട് അനേകർ വന്നു. അത് വന്നു കഴിഞ്ഞിട്ട് അവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 39 വാക്യം മുതൽ വായിക്കുമ്പോൾ, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യക്കാരും അവനിൽ വിശ്വസിച്ചു. നോക്ക്, അവനിൽ വിശ്വാസം ഉറപ്പിച്ചു. ഇത് യഥാർത്ഥമാണ്, ഇത് യഥാർത്ഥത്തിൽ മശിഹയാണ്. ഈ മശിഹ ആണെന്നുള്ള ആ ഉറപ്പ് അവരുടെ, ആ സങ്കല്പം അവരുടെ ഉള്ളത്തിൽ കടന്നു വന്നു. എന്നിട്ടോ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്നു, തങ്ങളോടുകൂടെ പാർക്കണമെന്ന് എന്നവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു എന്ന് പറഞ്ഞത്. ശമര്യരുടെ ഇടയിൽ കടക്കാൻ പോലും കഴിയാത്ത മെസ്സിഹായിക്ക്, യേശു ക്രിസ്തുവിന് അവരുടെ ഇടയിൽ 2 നാൾ പാർക്കുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ എന്തുകൊണ്ട് വിജാതീയരായിരിക്കുന്നവരിൽ നിന്ന് ഒരാൾ കടന്നു വന്നാൽ അവരെ ഉൾക്കൊള്ളാൻ ഇന്ന് പല ക്രിസ്ത്യാനിക്കും, പാരമ്പര്യ ക്രിസ്ത്യാനിക്കും കഴിയുന്നില്ല എന്നുള്ള. നോക്കണേ, എവിടെ കിടപ്പ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആ മെസ്സിഹ എന്തിനു വേണ്ടിയാണ് അത് ഇവരെ ചേർത്ത് പിടിച്ചത്? നോക്കുക,
ആ ശമരിയക്കാരത്തി സ്ത്രീ ഒരു പട്ടണത്തിലുള്ളവരെ നേടുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്പോൾ ആരെയാ തിരഞ്ഞെടുത്തത്? ഇവിടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആളോ നമ്മൾ ചിന്തിച്ചത് അത് ഏതുമില്ലാത്തതിന് ഇവരൊന്നും കൊള്ളാത്തവരായിരുന്നു, ഇവർ പുറംകൊള്ളിയായിരുന്നു. അങ്ങനെ ആയിരിക്കുന്നവരെ അതിൽ നിന്ന് ഒരാളെയാണ്, ഒരു സ്ത്രീയെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ആ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എല്ലാറ്റിലും മിടുക്കരാണെന്ന് വിചാരിച്ചാലും നമ്മളൊക്കെ ഇതുപോലെ പുറംജാതികളെ പോലെ ആയിരുന്നു. എഫേസ്യ ലേഖനം 2:11 മുതൽ വായിക്കുമ്പോൾ അവിടെ ഞാൻ ചില ഭാഗങ്ങൾ കമ്പിവാചകമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ, അതിൻ്റെ 2:11 മുതൽ പറയാണ്, ആകയാൽ നിങ്ങൾ അത് മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ചേടത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും അതുപോലെ പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. വീണ്ടും പറയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, ഒരേ രക്തത്താൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആകയാൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളെ രക്ഷയിലേക്ക് നയിപ്പാൻ അത് പുത്രമുഖാന്തരം അതൊക്കെ ഇടയായിത്തീർന്നു. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, ദൈവം പോഷത്വമായത് തിരഞ്ഞെടുത്തു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, അത് പോഷത്വമായത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ദൈവം ചില ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. അത് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുക. ഈ തരുണത്തിൽ ദൈവവചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.